BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കള്ളാടി മണ്ണിടിച്ചിലിന്റെ പ്രത്യാഘാതം വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയും ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. ദുരന്തത്തിന് പിന്നാലെ സഞ്ചാരികളുടെ വരവ് ഗണ്യമായി കുറഞ്ഞതോടെ ടൂറിസത്തെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് കുടുംബാംഗങ്ങൾ പ്രയാസത്തിലാണ്. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രചാരണങ്ങൾ ഈ തിരിച്ചടികൾക്ക് കാരണം കൂട്ടിയെന്ന് ടൂറിസം മേഖലയിൽ വിലയിരുത്തുന്നു. കള്ളാടി മണ്ണിടിച്ചിൽ ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായതോടെ വയനാട് മുഴുവൻ അപകട മേഖലയാണെന്ന തെറ്റിദ്ധാരണ വ്യാപകമായി പ്രചരിച്ചു. ഇതോടെ മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന നിരവധി ടൂർ പാക്കേജുകൾ റദ്ദാക്കുകയും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ വരവ് കുത്തനെ കുറയുകയും ചെയ്തു. ടൂറിസ്റ്റ് ടാക്സികൾ, ബസ്സുകൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, ഭക്ഷണശാലകൾ, ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി ടൂറിസത്തെ ആശ്രയിക്കുന്ന എല്ലാ മേഖലകളിലും തിരിച്ചടി പ്രകടമാണ്. നിരവധി വാഹനങ്ങൾ സർവീസ് നിർത്തി ഷെഡുകളിലായപ്പോൾ ദിവസേന തൊഴിലാളികളും ഡ്രൈവർമാരും വരുമാനമില്ലാതെ അവസ്ഥയിലാണ്. എടക്കൽ ഗുഹ, കുറുവാദ്വീപ്, പൂക്കോട്ടുപാടം, കാന്തൻപാറ, വെള്ളച്ചാട്ടം, കർലാട് തടാകം തുടങ്ങി പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സന്ദർശകർക്കും വലിയ കുറവുണ്ടായതായി മേഖലയിലുള്ളവർ പറയുന്നു. വയനാട് സുരക്ഷിത വിനോദസഞ്ചാര കേന്ദ്രമാണെന്ന സന്ദേശം ശക്തമായി പ്രചരിപ്പിച്ച സഞ്ചാരികളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ സർക്കാർ അടിയന്തര പ്രചാരണ പരിപാടികൾ ആരംഭിക്കണമെന്നാണ് ടൂറിസം മേഖലയിലുള്ളവരുടെ ആവശ്യം. ജില്ലയുടെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്ന വിനോദസഞ്ചാര മേഖലയെ വീണ്ടും സജീവമാക്കാൻ അടിയന്തര ഇടപെടലുകൾ വേണമെന്നാണ് ആവശ്യം. തെറ്റിദ്ധാരണകൾ മാറ്റി വയനാടിന്റെ യഥാർത്ഥ സുരക്ഷാ സാഹചര്യം ജനങ്ങളിലെത്തിച്ചാൽ മാത്രമേ ടൂറിസം മേഖല പഴയ നിലയിലേക്ക് തിരിച്ചെത്താനാകൂ എന്നും വ്യക്തമാക്കുന്നുണ്ട്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.